എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന 22ാമത് കുസൃതി കൊട്ടാരം ക്യാമ്പ് സമാപിച്ചു. ഏപ്രിൽ 23 മുതൽ 26 വരെ കശുവണ്ടി ഫാക്ടറിക്ക് സമീപം ആണ് ക്യാമ്പ് നടന്നത്. എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 22ാമത് കുസൃതി കൊട്ടാരം ക്യാമ്പ് സമാപിച്ചു. 23-ാം തീയതി മുതൽ 26-ാം തീയതി വരെ കശുവണ്ടി ഫാക്ടറിക്ക് സമീപമായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് എസ് അജയകുമാർ അധ്യക്ഷനായി. നളന്ദ സെക്രട്ടറി പ്രദീപ് അച്ചൂസ് സ്വാഗതം പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിന്റെ സ്പന്ദനത്തിനോടൊപ്പം നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് നളന്ദ കലാ സാംസ്കാരിക വേദി. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയെല്ലാം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ പ്രഭാഷി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഈ പ്രദേശത്തെ കുട്ടികളെ എല്ലാം അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ട്, സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാന ഒരു പങ്ക് നളന്ദ സാംസ്കാരിക വേദി കഴിഞ്ഞ 24 വർഷമായിട്ട് നടത്തി വരുന്നു എന്നുള്ളതിൽ എനിക്കും വളരെയേറെ അഭിമാനമുണ്ട്. ക്യാമ്പുകളുടെ പ്രസക്തിയെക്കുറിച്ച് നമുക്കറിയാം. അടച്ചിട്ട AC റൂമുകളിൽ നടത്തുന്ന വലിയ ക്യാമ്പുകളുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയൊക്കെ മേടിച്ച് വലിയ സംവിധാനത്തിൽ നടത്തുന്ന ക്യാമ്പുകളുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഓപ്പൺ എയറിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കുട്ടികള് മണ്ണിന്റെയും മനുഷ്യന്റെയും അല്ലെങ്കിൽ സഹജീവികളുടെയും മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾ വളരുക എന്നുള്ള ഒരു സമീപനം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പിന്റെ. കുസൃതി കൊട്ടാരത്തിന് 4 ദിവസമായിട്ട് ഇവിടെ നിന്ന കളിയുടെയും ചിരിയുടെയും ചിന്തയുടെയും കൊട്ടാരത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. കഴിഞ്ഞ 22 വർഷമായി മുടങ്ങാതെ 21 വർഷക്കാലം വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ നാട്ടിലെ കുരുന്നുകൾക്ക് ആവേശമായിട്ട് നമ്മൾ കുസൃതി കൊട്ടാരം ജി സദാശിവൻ, രൂപേഷ് പി, രവിശങ്കർ, ബിജു KG, ഭാഗ്യലക്ഷ്മി, രാജേഷ് CR, സേതു, ബിജു, ജെസി കെ ജോസ്, ഗോപിക, അശ്വിൻ, ബിജു, ചിന്മയി, ക്യാമ്പ് കോർഡിനേറ്റർ പ്രഭാഷ് പാലാഴി എന്നിവർ സംസാരിച്ചു. പങ്കെടുത്ത 100ഓളം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കളിയിൽ അല്പം കാര്യം, വർണ്ണക്കൂടാരം, നാടറിയാം പഠനയാത്ര, വ്യക്തിത്വ വികസന ക്ലാസ്, പാട്ടുകൂട്ടം, കുടുംബസംഗമം എന്നിവ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജതീന്ദ്രൻ മങ്കൊമ്പ്, MK പ്രദീപ്, N ജഗന്നാഥൻ, നക്ഷത്ര രഞ്ജിത്ത്, ഗീത എന്നിവർ വിവിധ ദിവസങ്ങളിൽ ക്ലാസ് നയിച്ചു. CDNet ന്യൂസ്, കായംകുളം.